ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് സൈക്കിൾ ഓഫ് ബാക്ടീരിയോഫേജസ് ആണ്. അപ്പം നമുക്കറിയാം വാട്ട് ആർ ബാക്ടീരിയോഫേജസ്, ദ വൈറസസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ, അതാണ് ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത്. Normally bacteriophages exhibit two different types of life cycle. One is lytic cycle and other one is lysogenic cycle. അപ്പോൾ ദ ലൈറ്റിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വൈറസ് വന്ന് ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കിടക്കുന്നു. വൈറസിൻ്റെ DNA മെറ്റീരിയൽ ബാക്ടീരിയൽ സെല്ലിനുള്ളിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് കയറ്റുന്നു. ദെൻ ആ വൈറൽ DNA-യുടെ അല്ലെങ്കിൽ ആ വൈറൽ ജനറ്റിക് മെറ്റീരിയലിൻ്റെ റെപ്ലിക്കേഷൻ നടക്കുന്നു. നമ്പർ ഓഫ് വൈറൽ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ആവുന്നു. ദെൻ അത് റിലീസ് ആവുന്നു. ഇതാണൊരു അതിൻ്റെ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ് പോകുന്നത്. സോ ഈ വൺസ് ദ ഫേജ് അറ്റാക്സ് എ ബാക്ടീരിയം, അതിൻ്റെ റെപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പ്രോജനീസ് റിലീസായി കഴിഞ്ഞാൽ ഈ അറ്റാക്ക് ചെയ്ത ബാക്ടീരിയൽ സെൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഹോസ്റ്റ് സെല്ലിനെ നശിപ്പിച്ചുകൊണ്ടാണ് ഈ വൈറൽ പ്രോജനീസ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൈക്കിളിനെയാണ് ബാക്ടീരിയോഫേജ് ലൈഫ് സൈക്കിളിനെയാണ് ലൈറ്റിക് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടാണ് ലൈസോജനിക് സൈക്കിൾ വരുന്നത്. ഇവിടെ ഹോസ്റ്റ് സെൽ അല്ലെങ്കിൽ ഹോസ്റ്റ് ബാക്ടീരിയൽ സെല്ലിൻ്റെ ലൈസിസ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ നടക്കുന്നില്ല. അതിന് പകരം വൈറൽ DNA-യുടെ റെപ്ലിക്കേഷനും ബാക്ടീരിയൽ DNA-യുടെ റെപ്ലിക്കേഷനും ഒരു എന്താ പറയുക, ഹാൻഡ് ബൈ ഹാൻഡ് അങ്ങനെ അത് പ്രോസസ്സ് നടന്ന് ഒരു ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴാണ് വൈറൽ DNA ബാക്ടീരിയൽ DNA എന്ന് സെപ്പറേറ്റ് ആവുന്നത്. ഓക്കെ, അവിടെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലൈസിസ് ഓഫ് സെല്ല് ബാക്ടീരിയൽ സെല്ല് നടക്കുന്നില്ല. അതാണ് ഡിഫറൻസ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. So, lytic cycle, a phage acts like a typical virus. It hijacks the host cell and uses the cell's resources to make lots of new phages, causing the cell to lyse and die in the process. ഓക്കെ, ശരിക്കും വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലൈറ്റിക് സൈക്കിൾ എന്ന് പറയുന്നത്. വൈറസ് വന്നിട്ട് അതിൻ്റെ റെപ്ലിക്കേഷനും അതിൻ്റെ പ്രോസസ്സിങ്ങിനും വേണ്ടി ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ എല്ലാ ഫെസിലിറ്റീസും അത് ഉപയോഗിക്കുന്നു. ഫൈനലി ആ ബാക്ടീരിയൽ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടാണ് ഈ വൈറൽ DNA പുറത്തു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് പ്രോസസ്സുകളുണ്ട്. അത് അറ്റാച്ച്മെൻറ്റ്, എൻട്രി ഓർ പെനിട്രേഷൻ, പ്രോട്ടീൻ സിന്തസിസ്, അസംബ്ലി ഓർ മെച്ചുറേഷൻ, ലൈസിസ് ഓർ റിലീസ്. ഇങ്ങനെ കുറച്ച് ഒരു 5 സ്റ്റെപ്സിലായിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. സോ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം, ഫസ്റ്റ് ഒരു ബാക്ടീരിയോഫേജ് വന്ന് ബാക്ടീരിയൽ സെല്ലിൻ്റെ, അതായത് ഹോസ്റ്റ് സെൽ, ഇവിടെ ഈക്കോളയാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ബാക്ടീരിയൽ സെല്ല്. ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സിനെല്ലാം ഈക്കോളയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ ഒരു ബാക്ടീരിയോഫേജ് വന്ന് ഒരു ബാക്ടീരിയൽ ഹോസ്റ്റ് സെല്ലിന് മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അറ്റാച്ച്മെൻറ്റ് ഓർ അഡ്സോർപ്ഷൻ. ഓക്കെ, അപ്പോൾ ബാക്ടീരിയോഫേജ് അതിൻ്റെ ടെയിൽസും ബേസ് പ്ലേറ്റും വെച്ചിട്ടാണ് ആ ഒരു ബാക്ടീരിയൽ സെൽ വോളിൻ്റെ സർഫസിൽ വന്ന് അത് അഡ്ഹിയർ ചെയ്ത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയോഫേജിൻ്റെ ഉള്ളിലുള്ള വൈറൽ DNA-നെയാണ് നമ്മൾ ഫേജ് ക്രോമോസോം അല്ലെങ്കിൽ വൈറൽ DNA എന്നൊക്കെ നമുക്ക് പറയാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അറ്റാച്ച്മെൻറ്റ് ഓർ അഡ്സോർപ്ഷൻ. ദെൻ പതിയെ ഈ ബാക്ടീരിയോഫേജ് അതിൻ്റെ വൈറൽ DNA-നെ അല്ലെങ്കിൽ അതിൻ്റെ ഫേജ് ക്രോമോസോമിനെ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് വിടുന്നു. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പിൽ ആ ഇൻജെക്റ്റ് ചെയ്ത് വിടുന്ന ആ ഒരു വൈറൽ DNA മാത്രം അല്ലെങ്കിൽ ആ ഫേജ് ക്രോമോസോം മാത്രം ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിൽ പെടുന്നു. At the same time, breakdown of bacterial chromosome by phage specific enzyme. ഈ വൈറൽ DNA അല്ലെങ്കിൽ ഫേജ് സ്പെസിഫിക് ആയിട്ടുള്ള ചില എൻസൈംസുകൾ കാരണം ബാക്ടീരിയയുടെ സ്വന്തം DNA-ക്ക്, ഓക്കെ, ബാക്ടീരിയയുടെ സ്വന്തം ക്രോമോസോമിന് ഒരു ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു. ഓക്കെ, ദെൻ ബാക്ടീരിയൽ ക്രോമോസോം ടോട്ടലി ബ്രോക്കൺ ഡൗൺ. Okay, then replication of viral DNA happens. അപ്പോൾ ഈ ബാക്ടീരിയയുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫെസിലിറ്റീസും
ഓക്കെ, ഒരു റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമായ എല്ലാ എൻസൈം ഫെസിലിറ്റീസും എല്ലാ സെല്ലുലാർ ഫെസിലിറ്റീസും ബാക്ടീരിയയുടെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ വൈറൽ DNA വന്ന് റെപ്ലിക്കേഷൻ നടക്കുന്നു. ഓക്കെ, അങ്ങനെ വൈറൽ DNA. ഫോർത്ത് വൺ വന്നിട്ട് ഒരു അസംബ്ലി അല്ലെങ്കിൽ ഒരു ബയോസിന്തസിസ് ആണ് അവിടെ നടക്കുന്നത്. ബയോസിന്തസിസിൽ വൈറൽ DNAയുടെ പല പല പാർട്സുകൾ ഫോം ചെയ്യുന്നു. ലൈക്ക് ഒരു ബാക്ടീരിയോഫേജിന് അതിൻ്റെ ഹെഡ് ഉണ്ടായിരിക്കും, കോൺട്രാക്ടൈൽ ഷീറ്റ്, കോളർ പാർട്ട്, ടെയിൽ ഫൈബേഴ്സ്, അതുപോലെ ബേസ് പ്ലേറ്റ്, അങ്ങനെ ഒരുപാട് കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പോൾ. അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഫോർത്ത് സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ അതാണ് ബയോസിന്തസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. പല പല ഭാഗങ്ങളായിട്ട് അത് ഫോം ചെയ്യുന്നു ആഫ്റ്റർ റെപ്ലിക്കേഷൻ. ഓക്കെ, മൾട്ടിപ്പിൾ വൈറസിൻ്റെ മൾട്ടിപ്പിൾ കമ്പോണൻസ് ആണ് ആ ഒരു സ്റ്റേജിൽ ഫോം ചെയ്യുന്നത്. ദെൻ അസംബ്ലി ഓർ റിലീസ്. ഇങ്ങനെ പല പല കമ്പോണൻസ് എല്ലാം അസംബിൾ ആവുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു ഹെഡ്, ഒരു കോളർ, ഒരു കോൺട്രാക്ടൈൽ ഷീറ്റ്, ഒരു ബേസ് പ്ലേറ്റ്, അതുപോലെ കുറച്ച് ടെയിൽസ്. അപ്പോൾ ഒരു ബാക്ടീരിയോഫേജ് ആയി. അങ്ങനെ ആ ഫോം ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് പാർട്സുകളെല്ലാം കൂടെ ഓരോ ബാക്ടീരിയോഫേജസ് ആയിട്ട് അസംബിൾഡ് ആവുന്നു. ഓക്കെ, സോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ അസംബ്ലി അല്ലെങ്കിൽ മെച്യൂറേഷൻ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ മെച്യൂറേഷൻ റിലീസ് ഓഫ് പൈറോജനി ഫേജസ് ഹാപ്പൻസ്. അപ്പോൾ ഈ ഓരോ ബാക്ടീരിയോഫേജ് ആയിട്ട് അത് അസംബിൾഡ് ആയതിനു ശേഷം പിന്നെ അതിൻ്റെ റിലീസാണ് വരുന്നത്. ആ റിലീസ് ടൈമിൽ നമ്മുടെ ഹോസ്റ്റ് സെൽ അല്ലെങ്കിൽ ഹോസ്റ്റ് ബാക്ടീരിയൽ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടാണ് ഈ ബാക്ടീരിയോഫേജസ് പുറത്തു വരുന്നത്. അതോടുകൂടെ അത് കംപ്ലീറ്റ് ആവുകയാണ് ആ ലൈഫ് സൈക്കിൾ. ഓക്കെ, ഇനി ഇത് ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അറ്റാച്ച്മെൻറ്റ് ആൻഡ് അഡ്സോർപ്ഷൻ. ആദ്യം ബാക്ടീരിയോഫേജ് അതിന് വന്നിരിക്കുന്നു. ദെൻ പെനിട്രേഷൻ. മെല്ലെ അതിൻ്റെ വൈറൽ DNA ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറ്റുന്നു. ദെൻ ബയോസിന്തസിസ്. ഓരോ പാർട്ടുകളായിട്ട് ഫോം ചെയ്യുന്നു. ബാക്ടീരിയോഫേജിൻ്റെ ഓരോ പാർട്ടുകളായിട്ട് ഫോം ചെയ്യുന്നു. മെച്യൂറേഷനിലാണ് അസംബ്ലി നടക്കുന്നത്. ഈ ഫോം ചെയ്ത എല്ലാ പാർട്ടുകളും അതാത് പ്ലേസിൽ വന്ന് ഓരോ ബാക്ടീരിയോഫേജ് സിംഗിൾ വൈറൽ യൂണിറ്റ്സ് ആയിട്ട് മെച്യൂർ ആവുന്നു. ദെൻ ഫൈനലി റിലീസ്. ദെൻ ലൈസോജനിക് സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റിക് സൈക്കിളിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഹോസ്റ്റ് സെൽ, ഇമ്മീഡിയറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹോസ്റ്റ് സെല്ലാണ്. ലൈസോജനിക് സൈക്കിളിൽ ഇമ്മീഡിയറ്റ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ കില്ലിംഗ് ഓഫ് ഹോസ്റ്റ് സെൽ അവിടെ നടക്കുന്നില്ല. ജസ്റ്റ് ഒരു അറ്റാച്ച്മെൻറ്റ് ഓഫ് DNA, അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ ബാക്ടീരിയോഫേജ് ടു ദ ബാക്ടീരിയൽ സെൽ വാൾ, അത് നടക്കുന്നു. അതെല്ലാം ലൈറ്റിക് സൈക്കിളിനെ പോലെ സിമിലർ ആണ്. ഓക്കെ, വൺസ് ഈ ഫേജ് DNA ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ അവിടെ ഇറ്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി കോപ്പീഡ് ഓർ എക്സ്പ്രസ്ഡ് ടു മേക്ക് പ്രോട്ടീൻസ്. അവിടെ പെട്ടെന്ന് തന്നെ റെപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഗ്രാജ്വലി അവിടെ എന്താ സംഭവിക്കുന്നത്? that viral DNA recombines with a particular region of the bacterial chromosome. നമുക്കറിയാം ലൈറ്റിക് സൈക്കിളിൽ സഡൻ ആയിട്ട് ബാക്ടീരിയൽ ക്രോമോസോമിൻ്റെ ലൈസിസ് ആണ് അവിടെ സംഭവിച്ചത് അല്ലേ? ഇവിടെ അങ്ങനെയല്ല. നമ്മളുടെ വൈറൽ DNA വന്നിട്ട് ഒരു ബാക്ടീരിയൽ DNAയുമായിട്ട് ഒരു ചെറിയൊരു പർട്ടിക്കുലർ പോർഷനിൽ വന്നിട്ട് അത് റീകമ്പൈൻ ചെയ്യും. അത് രണ്ടും കൂടെ അങ്ങ് യുണൈറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഫേജ് DNA to be integrated into the chromosome. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഫേജ് DNAനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഫേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൊഫേജ് ഫോം ചെയ്തതിന് ശേഷം അവരവിടെ വെയിറ്റ് ചെയ്യുന്നു. ദെൻ എപ്പോഴാണോ ഈ ബാക്ടീരിയൽ ഹോസ്റ്റ് സെല്ല് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സെൽ ഡിവിഷൻ നടക്കുന്നത്, അതേ സമയത്ത് തന്നെയാണ് ഈ വൈറൽ പ്രൊഫേജിൻ്റെ കോപ്പിയിങ്ങും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വൈറൽ DNA ദെൻ അത് മൾട്ടിപ്ലൈ ചെയ്ത് 2 സെല്ലായിട്ട് മാറുന്നു. ഓക്കെ, അവിടെ ബാക്ടീരിയൽ സെല്ലിൻ്റെ ലൈസിസ് സംഭവിക്കുന്നില്ല. Under favorable condition, the prophage can become active and come back out of the bacterial chromosome, triggering the remaining step of Lytic cycle. Okay, അപ്പോൾ ഇവിടെ സഡൻ ആയിട്ടുള്ള ബാക്ടീരിയൽ ഹോസ്റ്റ് സെല്ലിൻ്റെ ഡെത്ത് നടക്കുന്നില്ല. ബാക്ടീരിയൽ സെല്ലിൻ്റെ
ലൈഫ് സൈക്കിളിൻ്റെ കൂടെ തന്നെയാണ് ഇവിടെ വൈറൽ ലൈഫ് സൈക്കിളും നടക്കുന്നത്. ഓക്കെ, ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ബാക്ടീരിയൽ സെല്ലിനെ ലീവ് ചെയ്തിട്ട് വൈറൽ DNA പുറത്തു വരുന്നു. ഇതാണ് ലൈസോജനിക് സൈക്കിള്. ഫസ്റ്റ് നമ്മുടെ ഒരു പ്രൊകാരിയോട്ടിക് സെല്ല്, അതായത് ഒരു ബാക്ടീരിയൽ സെല്ല്. ഓക്കെ, അതിനെ ഒരു ബാക്ടീരിയോഫേജ് വൈറസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിൻ്റെ DNA അതിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നു. ദെൻ ആ പെനിട്രേറ്റ് ചെയ്ത് പോയ DNA ഫേജ് DNA എന്ന് പറയും. അത് ബാക്ടീരിയൽ ഹോസ്റ്റ് സെൽ DNAയുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. അത് രണ്ടും കൂടെ യുണൈറ്റായി അതങ്ങനെ ഇരിക്കുന്നു. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ബാക്ടീരിയൽ സെല്ല് എപ്പോഴാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ ഈ വൈറൽ DNA കോപ്പി ഉണ്ടാവുന്നു. ഓക്കെ, അതിൻ്റെ ആ പ്രൊഫേജ് എന്നാണ് അതിനെ, ആ റീകമ്പൈൻഡ് ഫോമിന് പ്രൊഫേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ബാക്ടീരിയൽ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ പ്രൊഫേജിൻ്റെ ഒരു അനദർ കോപ്പി ഉണ്ടാവുന്നു. ഓക്കെ, ദെൻ അത് രണ്ട് സെല്ലായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. എഗെയിൻ ഒരു ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഈ ബാക്ടീരിയൽ സെല്ലിനെ ലീവ് ചെയ്തുകൊണ്ട് വൈറൽ DNA പുറത്തു വരുന്നു. സോ നെക്സ്റ്റ് കൾട്ടിവേഷൻ ഓഫ് വൈറസ് ആണ്. കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു മീഡിയയിൽ നമ്മൾ ബാക്ടീരിയൽ സെൽസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഫംഗസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് വൈറസിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം മീഡിയാസ് അല്ലെങ്കിൽ സ്പീഷീസ് ഏജൻസികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ കൾട്ടിവേഷൻ നടക്കുന്നത്. മെയിൻലി എന്തിനാണ് നമ്മൾ വൈറസ് കൾട്ടിവേഷൻ നടക്കുന്നത്? ടു ഐസൊലേറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ വൈറസസ് ഇൻ ക്ലിനിക്കൽ സാമ്പിൾസ്. അതുപോലെ റിസർച്ച് പർപ്പസിന് പല വൈറസിനെ കുറിച്ച് പഠിക്കാൻ, അതിൻ്റെ ജനറ്റിക്സിനെ കുറിച്ച് പഠിക്കാൻ, അതുപോലെ വാക്സിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും കൾട്ടിവേഷൻ നടക്കുന്നത്. കൾട്ടിവേഷൻ 3 തരത്തിൽ നമുക്ക് ചെയ്യാം. അനിമൽ ഇനോക്കുലേഷൻ വഴി, അല്ലെങ്കിൽ ഇനോക്കുലേഷൻ ഇൻ ടു എംബ്രിയോണേറ്റഡ് എഗ്, സെൽ കൾച്ചർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കറിയാം വൈറൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോസ്റ്റ് സെൽ, ലിവിങ് ഹോസ്റ്റ് ടിഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ കൾട്ടിവേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു സാധാരണ ബാക്ടീരിയൽ സെല്ല് കൾച്ചർ ചെയ്യുന്ന പോലെ ന്യൂട്രിയൻ മീഡിയയിൽ വെച്ചിട്ടൊന്നും നമുക്കിതിനെ കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരു ലൈവായിട്ടുള്ള ഒരു ഹോസ്റ്റ് സെല്ല് എപ്പോഴും വേണം ഇതിൻ്റെ കൾട്ടിവേഷൻ. അതുകൊണ്ടാണ് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അനിമൽ ഇനോക്കുലേഷൻ എങ്ങനെയാണ്? നമ്മൾ എക്സ്പെരിമെൻറ്റിന് ഉപയോഗിക്കുന്ന, ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സിന് ഉപയോഗിക്കുന്ന അനിമൽസ് such as mice, guinea pig, hamster, rabbits, primates, like rhesus monkeys, അപ്പോൾ അതുപോലത്തെ എല്ലാ കൈൻഡ് ഓഫ് അനിമൽസിനെയും നമുക്കിവിടെ ഇനോക്കുലേഷന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഹെൽത്തി ആയിരിക്കണം, അതുപോലെ ഫ്രീ ഫ്രം കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതർ ഡിസീസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, സക്ലിംഗ് മൈസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് വൈറൽ കൾട്ടിവേഷൻ ഉപയോഗിക്കുന്ന ഒരു ആനിമലാണ്. ഓക്കെ, നെക്സ്റ്റ് വൈറസസ് ക്യാൻ ഓൾസോ ബി ഇനോക്കുലേറ്റഡ് ബൈ ഇൻട്രാപെരിറ്റോണിയൽ അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് റൂട്ട്. മെയിൻലി ആനിമൽസിലൊക്കെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രാപെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്കാണ് നമ്മൾ അതിനെ വൈറസിനെ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ ഇഞ്ചെക്ഷൻ വൈറസ് അനിമൽസിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അവിടെ വെച്ച് ആ ഹോസ്റ്റ് സെല്ലിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആ ഡിസീസ് ഡെവലപ്പ് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ അനിമൽസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അതിൻ്റെ ഡെത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വിഷ്വലി വളരെ കീനായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ അനിമൽ ഇനോക്കുലേഷൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, നമ്മൾക്ക് ഹ്യൂമൻസിന് അസുഖം വന്നാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് അനിമൽസിൽ അത് വളരെ ക്ലിയർ കട്ടായിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ അതിന് ശേഷം ഈ ഒബ്സർവേഷനൊക്കെ ശേഷം അനിമൽ ഡെത്ത് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വൈറസിനെ നമ്മൾ അതിൻ്റെ ടിഷ്യൂസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത് പ്യൂരിഫൈ ചെയ്ത് കീപ്പ് ചെയ്യും. ഓക്കെ, അതാണ് അനിമൽ ഇനോക്കുലേഷൻ. നെക്സ്റ്റ് അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡയഗ്നോസിസ്,
പാത്തോജെനസിസ്, ആ ഡിസീസ് എങ്ങനെയാണ് അത് സ്പ്രെഡ് ആവുന്നത്, അതിൻ്റെ സിംറ്റംസ് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷന് ഇത് നല്ലതാണ്. പ്രൈമറി ഐസൊലേഷൻ ഓഫ് സർട്ടൈൻ വൈറസസിന് അനിമൽ ഇനോക്കുലേഷനാണ് ആദ്യം ഉപയോഗിക്കുന്നത്. അതുപോലെ മൈസൊക്കെ ഒരു റിലയബിൾ മോഡലാണ് വൈറൽ റെപ്ലിക്കേഷൻ്റെ. ഓക്കെ, ഇമ്മ്യൂൺ റെസ്പോൺസസ് പഠിക്കാൻ, എപ്പിഡെമിയോളജി, ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ പഠിക്കാൻ, ഓങ്കോജെനിസിസ്, ക്യാൻസർ സ്റ്റഡീസിനൊക്കെ നമുക്ക് ആനിമൽ ഇനോക്കുലേഷൻ വളരെ ഫേവറബിൾ ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് പ്രോസസ്സ്. അതുപോലെ അനിമൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. അതുപോലെ ഓരോ പർട്ടിക്കുലർ വൈറസിനും ഓരോ അനിമൽസ് ആയിരിക്കും. എല്ലാ അനിമൽസിലും എല്ലാ വൈറസും ഗ്രോ ചെയ്യണമെന്നില്ല. അപ്പോൾ ആ ചൂസിങ്ങിലുള്ള ഒരു ഡിഫിക്കൽട്ടി. അതുപോലെ സം ഹ്യൂമൻ വൈറസസ് കനോട്ട് ബി ഗ്രോൺ ഇൻ അനിമൽസ് ഓർ ക്യാൻ ബി ഗ്രോൺ ബട്ട് ഡു നോട്ട് കോസ് ഡിസീസ്. അങ്ങനെയൊക്കെ ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും. അതായത് ഹ്യൂമൻ വൈറസസ്, ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്ന ചില വൈറസ് അനിമൽസിൽ ഗ്രോ ചെയ്യില്ല, ഗ്രോ ചെയ്താലും ചിലപ്പോൾ ഡിസീസ് കോസ് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതുപോലെ വാക്സിൻ ഡെവലപ്മെൻറ്റ് മൈസസ് യൂസ് ചെയ്യുന്നില്ല, അതിനുള്ള പ്രൊവിഷൻ അവിടെ കിട്ടുന്നില്ല നമുക്ക്. ഇറ്റ് വിൽ ലീഡ് ടു ജനറേഷൻ ഓഫ് എസ്കേപ്പ് മ്യൂട്ടൻസ്. സോ സംടൈംസ് നമ്മൾ വൈറസ് അനിമൽസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മിറാക്കുലസ് ആയിട്ടുള്ള ഒരു ജനറ്റിക് കൺവേർഷനൊക്കെ നടന്നിട്ട് മ്യൂട്ടൻസ്, നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അനിമൽസിൻ്റെ നേച്ചറും ക്യാരക്ടേഴ്സൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ മ്യൂട്ടൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇഷ്യൂസ് റിലേറ്റഡ് ടു അനിമൽ വെൽഫെയർ സിസ്റ്റം. ഓക്കെ, എനിവേ ഇതൊരു ക്രൂവൽറ്റിയാണ്. അനിമൽസിനെ നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് മനഃപൂർവ്വം ഒരു ഡിസീസ് കോസ് ചെയ്ത് അതുങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു വെരി ക്രൂവൽ ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. അപ്പോൾ എത്തിക്കലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഒബ്റ്റെയിൻ ദ സാങ്ഷൻ ആൻഡ് ഓൾ. സോ അനിമൽ വെൽഫെയർ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് ഇനോക്കുലേഷൻ ഇൻ ടു എംബ്രിയോണേറ്റഡ് എഗ് ആണ്. ഇതൊരു ഈസി മെത്തേഡാണ്. അതായത് എഗ്സ്, എംബ്രിയോ ഉള്ള ഹെൻസിൻ്റെ എഗ്സ് നമ്മൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വൈറസിനെ ഇൻജെക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യും. അത് കണ്ടുപിടിച്ചത് ഗുഡ് പാസ്ചർ ഇൻ 1931 ആണ്. ഒരു 7 to 12 days ഓൾഡർ ആയിട്ടുള്ള ചിക്ക് എംബ്രിയോസ് ആണ് അല്ലെങ്കിൽ ചിക്ക് എഗ്സ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രയോർ ടു കൾട്ടിവേഷൻ നമ്മൾ എന്ത് ചെയ്യും, എഗ് എടുത്ത് അതിൻ്റെ ഷെൽ സർഫസ് ഏതെങ്കിലും അയഡിൻ വെച്ച് നമ്മൾ അതിനെ ഡിസൻഫെക്റ്റ് ചെയ്യും. അതിൻ്റെ മുകളിൽ യാതൊരു വക വേറെ കണ്ടാമിനേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മളതിനെ നന്നായി ഡിസൻഫെക്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റിറൈൽ ആയിട്ടുള്ള ഡ്രില്ല് വെച്ചിട്ട് ഒരു ചെറിയ ഹോള് നമ്മൾ ഉണ്ടാക്കും. ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വൈറസിനെ ഇൻജെക്റ്റ് ചെയ്ത് കയറ്റുന്നത്. അതിനെ നമ്മൾ ഇനോക്കുലേഷൻ എന്ന് പറയും. ഓക്കെ, ആഫ്റ്റർ ഇനോക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡ്രിൽ ചെയ്ത ഓപ്പണിംഗ് ഉണ്ടല്ലോ അത് ജെലാറ്റിൻ അല്ലെങ്കിൽ പാരഫിൻ വാക്സ് വെച്ചിട്ട് നമ്മളത് സീൽ ചെയ്യും. എന്നിട്ട് നമ്മളിതിനെ 36 degree Celsius ഫോർ 2 to 3 days ഇൻക്യുബേറ്റ് ചെയ്യാൻ വയ്ക്കും. ആഫ്റ്റർ ഇൻക്യുബേഷൻ നമ്മൾ ഈ എഗ് എടുക്കുന്നു, എന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വൈറസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇനി ചിക്ക് എംബ്രിയോ അല്ലെങ്കിൽ എഗ് എംബ്രിയോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ലൈക്ക് കോറിയോ അലൻറ്റോയിക് മെംബ്രെയിൻ, അലൻറ്റോയിക് ക്യാവിറ്റി, അമ്നിയോട്ടിക് സാക്ക്, യോക്ക് സാക്ക്. അപ്പോൾ ഇതെല്ലാം ഓരോ പെർട്ടിക്കുലർ സ്പേസുകളാണ്. എല്ലാ വൈറസും എല്ലാ സ്പേസിലും വളരണമെന്നില്ല. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ സ്പേസിലാണ് നമുക്ക് ഓരോ വൈറസിനെ നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് കയറ്റുന്നത്. ഓക്കെ, അതുപോലെ എങ്ങനെയാണ് ഈ എഗ് എംബ്രിയോയിൽ വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കുക, അതിൻ്റെ എംബ്രിയോ വന്നിട്ട് ഡാമേജ് ആയിട്ടുണ്ടാവും. അതുപോലെ അതിൻ്റെ ഉള്ളിൽ പോക്സ്, വൈറ്റ് കളറിലുള്ള ചില ലംപി മാസസ് ആണ് അല്ലെങ്കിൽ ചെറിയ ലീഷൻസ് ആണ് നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പോക്സ് ഒക്കെ കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, വൈറസ് അതിൻ്റെ ഉള്ളിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, എത്ര വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അനിമൽസിനെ നമുക്ക് അതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അതുപോലെ ഒരു ഐഡിയൽ സബ്സ്ട്രേറ്റ് ആണ് അത്. അതായത് എഗ് എംബ്രിയോ എന്ന് പറയുമ്പോൾ ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ വൈറസ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സബ്സ്ട്രേറ്റ് ആണ്. ഐസൊലേഷനും കൾട്ടിവേഷനും ഒക്കെ എളുപ്പമാണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, ലെസ് ലേബർ ആണ്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് അതിനുണ്ട്. അതുപോലെ സ്റ്റിറൈലാണ് അല്ലേ, അത് എഗ് എന്ന് പറയുമ്പോൾ ഷെല്ലിൻ്റെ ഉള്ളിൽ പുറമെ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കണ്ടാമിനേഷൻസ് വരിക, അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടാമിനേഷൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ സ്റ്റിറൈൽ ആയിട്ടുള്ളൊരു മീഡിയമാണ്.
അതുപോലെ തന്നെ specific and non-specific factors of events are not involved in embryonated egg. Widely used method for vaccine production. പക്ഷെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ആ സൈറ്റ് ഓഫ് ഇനോക്കുലേഷൻ ഫോർ വാരീസ് വിത്ത് ഡിഫറെൻറ്റ് വൈറസ്. അതായത് ഇപ്പോൾ പറഞ്ഞില്ല, അലൻറ്റോയിക്, കോറിയോ അലൻറ്റോയിക്, എംബ്രിയോണേറ്റഡ് സാക്ക്. അപ്പോൾ അതൊക്കെ ഓരോ സ്പേസുകളാണ് ആ എഗ്ഗിൻ്റെ ഇൻസൈഡുള്ള. അപ്പോൾ എല്ലാ വൈറസും എല്ലാ സ്പേസിലും വരുന്നില്ല. അപ്പോൾ ഒരു വൈറസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഏത് സ്പേസിൽ ഇൻജെക്റ്റ് ചെയ്താലാണ് ഈ വൈറസ് കറക്റ്റായിട്ട് ഗ്രോ ചെയ്യുക എന്നുള്ളത് അത് കണ്ടുപിടിക്കാൻ ആ ഒരു സൈറ്റ് സ്പെസിഫിക്കേഷൻ ഇച്ചിരി ഡിഫിക്കൾട്ടാണ്. അപ്പോൾ ഇതാണ് അത് എംബ്രിയോയുടെ ഉള്ളിലുള്ള. നിങ്ങൾക്ക് അറിയാം കോറിയോ അലൻറ്റോയിക് മെംബ്രെയിൻ, അവിടെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആ എഗ് ഷെല്ലിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടാണ് കോറിയോ അലൻറ്റോയിക് മെംബ്രെയിൻ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ വൈറസിനെ ഇനോക്കുലേറ്റ് ചെയ്യാം. അതുപോലെ അമ്നിയോട്ടിക് ഇനോക്കുലേഷൻ, അവിടെ കണ്ടോ ഒരു ഇഞ്ചെക്ഷൻ, അമ്നിയോട്ടിക് സാക്കിൻ്റെ ഉള്ളിൽ നമുക്ക് വൈറസിനെ ഇഞ്ചെക്റ്റ് ചെയ്യാം. അതുപോലെ യോക്ക് സാക്കിൽ വേണമെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്യാം. അലൻറ്റോയിക് എന്ന് പറയുന്ന ആ ക്യാവിറ്റിയിൽ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓരോ സ്പേസിലും. ഇപ്പോൾ കോറിയോ അലൻറ്റോയിക് മെംബ്രെയിനിലാണെങ്കിൽ ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ്, പോക്സ് വൈറസ്, റോസാക്കോമ വൈറസ്, ഇതെല്ലാം കോറിയോ അലൻറ്റോയിക്കിൽ ഇഞ്ചെക്റ്റ് ചെയ്താലാണ് നല്ല കൾട്ടിവേഷൻ അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് കാണിക്കുക. അപ്പോൾ ഓരോ വൈറസിനും ഓരോ സ്പെസിഫിക് സ്പേസ് ഉണ്ട്, അവിടെ ഇഞ്ചെക്റ്റ് ചെയ്താൽ മാത്രമാണ് അത് ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ സെൽ കൾച്ചർ, നമ്മൾ പഠിച്ച ടിഷ്യൂ കൾച്ചർ അത് തന്നെ. ഇനി അതിൽ ഓർഗൻ കൾച്ചർ വരുന്നുണ്ട്, എക്സ്പ്ലാന്റ് കൾച്ചർ വരുന്നുണ്ട്, നോർമൽ സെൽ കൾച്ചർ വരുന്നുണ്ട്. ഓർഗൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഓർഗൻ, ചില വൈറസ്, ഫോർ എക്സാമ്പിൾ കൊറോണ വൈറസ് എവിടെയാണ്, റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ട്രക്കിയൽ റിങ്സ് ആണ് നമ്മൾ എന്താണ് കൾച്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ വൈറസിനെ ട്രക്കിയൽ റിങ് എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് ഓർഗനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഏതെങ്കിലും അനിമൽസെന്നോ അല്ലെങ്കിൽ ഹ്യൂമൻസെന്നോ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിലാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്, ഓർഗൻ കൾച്ചർ. എക്സ്പ്ലാന്റ് കൾച്ചറും ഇതുപോലെ തന്നെയാണ്, പക്ഷെ അത് വളരെ റെയർ ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സെൽ കൾച്ചർ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് വൈറസ്. സെൽസ് നമ്മൾ നല്ല ന്യൂട്രിയൻറ്റ് മീഡിയ, വൈറ്റമിൻസും അമിനോ ആസിഡ്സും എല്ലാ ഒരു സെല്ലിന് ഗ്രോ ചെയ്യാനുള്ള എല്ലാ എസെൻഷ്യൽ തിങ്സും നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, അതിനെ സെല്ലിനെ ഗ്രോ ചെയ്യാൻ വയ്ക്കുന്നു. ഓക്കെ, ആഫ്റ്റർ ഗ്രോയിങ് നമ്മൾ എന്ത് ചെയ്യണു, അതിലേക്ക് നമ്മൾ വൈറസിനെ ഇൻജെക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഗ്രോത്ത് പഠിക്കുന്നു. ഓക്കെ, പ്രൈമറി സെൽ കൾച്ചർ ഉണ്ട്, ഡിപ്ലോയിഡ് സെൽ കൾച്ചർ ഉണ്ട്, അതുപോലെ എന്താ പറയുക, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽ ലൈൻസും ഉണ്ട്. പ്രൈമറി എന്ന് പറയുമ്പോൾ നോർമൽ സെൽസ് ആണ്, അനിമൽസ് നിന്നും ഹ്യൂമൻസ് നിന്നും എടുക്കുന്ന നോർമൽ സെൽസ് ആണ്. ഓക്കെ, ഡിപ്ലോയിഡ് സെൽ കൾച്ചർ എന്ന് പറയുമ്പോൾ പാരന്റ് സെല്ലിൻ്റെ അതേ ക്രോമോസോം നമ്പറുള്ള ചില സെൽ കൾച്ചറാണ്. അതിന് സെമി കണ്ടിന്യൂസ് സെൽ ലൈൻസ് എന്ന് പറയാം. അതായത് പ്രൈമറി സെൽ കൾച്ചറിനേക്കാളും കുറച്ചും കൂടെ ലൈഫ് കൂടുതൽ കിട്ടുന്ന സെൽ കൾച്ചറാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ സീരിയലി 50 ടൈംസ് ഒക്കെ നമുക്ക് സീരിയലി അതിനെ ട്രാൻസ്ഫർ ചെയ്യാം, എന്നാൽ അതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ഡെത്ത് സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ടുള്ള സ്പേസിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ പ്രൈമറി സെൽ കൾച്ചർ ആണെങ്കിൽ മങ്കി കിഡ്നി സെൽ കൾച്ചർ, ഹ്യൂമൻ അമ്നിയോൺ സെൽ കൾച്ചറാണ്. മറ്റേത് ഹ്യൂമൻ എംബ്രിയോണിക് ലങ് സ്ട്രെയിൻ, അത് കുറച്ചും കൂടെ പെക്യുലർ ആയിട്ടുള്ള സൈറ്റ്സിൽ നിന്നാണ് നമ്മൾ ഈ ഡിപ്ലോയിഡ് സെൽ കൾച്ചേഴ്സിനെ, സെമി കണ്ടിന്യൂസ് സെൽ ലൈൻസിനെ എടുക്കുന്നത്. അതിൻ്റെ ലൈഫ് കുറച്ച് കൂടുതലാണ്. അതുപോലെ ഫാസ്റ്റിഡിയസ്, അതായത് ഫാസ്റ്റിഡിയസ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോ ചെയ്യാൻ കുറച്ച് ഹൈലി ന്യൂട്രീഷ്യൻസ് ആവശ്യമുള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ ഫാസ്റ്റിഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വൈറസിനൊക്കെ കൾച്ചർ ചെയ്യാനാണ് നമ്മൾ ഡിപ്ലോയിഡ് സെൽ കൾച്ചർ ഉപയോഗിക്കുന്നത്. പ്രൈമറി നമ്മൾ കോമൺ ആയിട്ട് എല്ലാ വൈറസിനും ഉപയോഗിക്കുന്നതാണ്. ഹെട്രോപ്ലോയിഡ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് സെൽ ലൈൻസ് ആണ്, ക്യാൻസർ സെൽസ് ആണ് ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ അതായത് ക്യാൻസർ സെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൽ കൾച്ചറിൽ പഠിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ലൈഫ് ഉള്ളതാണ് അല്ലേ, ഇമ്മോർട്ടൽ ആയിട്ടുള്ള സെൽസ് ആണ്. അത് കണ്ടിന്യൂസ്ലി നമുക്ക് അതിനെ സബ് കൾച്ചർ ചെയ്യാൻ സാധിക്കും, അതിന് ഡെത്ത് സംഭവിക്കുന്നില്ല. കണ്ടിന്യൂസ് സെൽ ലൈൻസ് ആണ് ഈ ക്യാൻസർ സെൽസ് എന്ന് പറയുന്നത്. പക്ഷെ
ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വാക്സിൻ പ്രൊഡക്ഷനൊന്നും നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. ഇതിന് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കണം. ഹേല ഹ്യൂമൻ കാർസിനോമ ഓഫ് സർവിക്സ് സെൽ ലൈൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ ലൈൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈമറി സെൽ കൾച്ചേഴ്സ് നമ്മൾ ഹ്യൂമൻസെന്നോ അനിമൽസെന്നോ ഒരു സെർട്ടൈൻ സെൽസ്, ഇപ്പോൾ പ്രൈമറി ആയിരിക്കാം, ഡിപ്ലോയിഡ് ആയിരിക്കാം, ഹെട്രോപ്ലോയിഡ് ആയിരിക്കാം, അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ആ സെൽസിന് ആവശ്യമായ ന്യൂട്രിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ഔട്ട്സൈഡ് ഇൻവിട്രോ നമ്മൾ അതിനെ ഗ്രോ ചെയ്യുന്നു. ഇത് ഒരു സെർട്ടൈൻ ഗ്രോത്ത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് വൈറസിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് വൈറസ് അതിൽ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് വൈറസിനെ കൾട്ടിവേറ്റ് ചെയ്യാം. അപ്പം എത്രയേ ഉള്ളൂ. അത് അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്, ഡിസഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈസിനെസ് ഉണ്ട്, അതുപോലെ ബ്രോഡ് സ്പെക്ട്രമാണ്, വൈഡ്ലി നമുക്ക് യൂസ് ചെയ്യാം, ചീപ്പറാണ്, സെൻസിറ്റിവിറ്റി നല്ല റിസൾട്ടാണ് കിട്ടുന്നത്, സെൻസിറ്റിവിറ്റി കൂടുതലാണ്. പക്ഷേ എന്താണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിന് നമുക്ക് ആവശ്യമാണ്. അതുപോലെ എല്ലായിടത്തും ഇതിൻ്റെ ചെക്കിങ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. പെർട്ടിക്കുലർ ആയിട്ടുള്ള ലബോറട്ടറീസിൽ മാത്രമാണ് ഇതിൻ്റെ അനാലിസിസും അതിൻ്റെ റിസൾട്ട് ഒബ്സർവേഷൻസും ഒക്കെ കാണിക്കുന്നത്.